കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി. ഇവന്മാരെ കൊണ്ടൊക്കെ ടൂർ പോയി തന്നെ വേണം പറയാനായിട്ട്. ഇവിടെ ഒരു തെന്തേ ടൈൽ പണിക്ക് വന്ന പോലെയാണ് ഊട്ടിയിൽ കൊന്നേക്കണത്. ഞാൻ പിന്നെ വീഡിയോഗ്രാഫർ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കണം. ദേ എല്ലാ വളവിലും കുഞ്ഞിന്റെ വക കുഞ്ഞു പ്രസാദം. ഇവന്മാരെ കൊള്ളോണ്ടോ നല്ല രീതിക്ക് കണ്ടന്റ് കിട്ടും വീഡിയോസ് എടുക്കാനായിട്ട്. പൂണ്ടി എത്തിക്കഴിഞ്ഞാലോ ഒരു കഴിക്കാൻ വെള്ളം ഉണ്ടാവില്ല എന്നാണ് ഇവന്റെ പേടി. ഊട്ടിയിലേക്കൊക്കെ വരാൻ നിൽക്കണവരുണ്ടെങ്കിലോ ചാടിക്കറി പോന്നോ, ക്ലൈമറ്റ് അടിപൊളിയുണ്ട. കോടമഞ്ഞ ഒന്ന് കോരി തെറിപ്പിച്ചാലും ഞാൻ എണിക്കില്ല എന്നാണ് അവൻ പറയുന്നത്. കാണാൻ നല്ല ഭംഗിയില്ലേ, നാടൻ പട്ടിക്ക് ക്രോസ് എന്താണ്. നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ കല്ലെറിഞ്ഞ് ഓടിക്കും, ഇവര് നാട്ടിലേക്കാണെങ്കിലോ ചങ്ങലിക്കിടും. ഒറ്റ ഫ്രെയിമിൽ 3 പട്ടിക്കുട്ടികൾ. ഇതേപോലെ ചില ഇടങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിത രീതി കാണുമ്പോഴാണ് നമ്മളൊക്കെ ഒരുപാട് അനുഗ്രഹീതരാണെന്ന് തോന്നുന്നത്. പൂണ്ടി എത്തിക്കാനോ ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള പൂണ്ടിയാണ് എന്നെ കാണണം. എന്നാലോ കുണ്ടി മന്തി കിടന്നുറങ്ങണം. ഉള്ളിൽ 2 ബനിയനും ഒരു സട്ടറും ഇതിട്ടാണ് ഈ വെയിലത്ത് നടക്കണം. എന്നെ സമ്മതിക്കണത് നിങ്ങൾ. ഈ പ്രാവശ്യം നമ്മൾ ടെന്റ് സ്റ്റേ അടിക്കാൻ പോണത് സാക്രഡ് ഫംഗിലുണ്ടാ. വണ്ടി അങ്ങോട്ടേക്ക് ഫുൾ ഇറക്കാൻ പറ്റില്ല, അതുകൊണ്ട് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. ഫുൾ ഇറക്കണമെന്നുള്ളൂ. അവരുടേതായ രീതിയിൽ അവർ നല്ല രീതിക്ക് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ഇതേപോലത്തെ ചെറിയ ചെറിയ ഹട്ടുകളുണ്ട്, പിന്നെ ടെന്റും ഉണ്ട്. ഇപ്പൊ നിലവിൽ ടെന്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ടെന്റ് തന്നെ ബുക്ക് ചെയ്തിട്ടാ. നല്ല നല്ല റൂമുകൾ ഉണ്ടായിട്ട് എന്തിനായി ഹട്ടിലൊക്കെ വന്ന് റൂം എടുക്കണമെന്ന് നിങ്ങൾ വിചാരിക്കണം. ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഹട്ടിലും ഇതുപോലത്തെ ടെന്റിലും നമ്മൾ സ്റ്റേ ചെയ്യണം. ഇവിടെ വന്നപ്പോഴേ ക്ലൈമറ്റ് എല്ലാം ഇപ്പൊ കാണുന്നത് കോടമഞ്ഞൊക്കെ കയറി വന്നു. പ്രകൃതിയെ നല്ല രീതിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകുന്നു. അടിപൊളി സ്ഥലമാണ്. ബാക്കിയൊക്കെ ഞാൻ അടുത്ത വീഡിയോ പറയാം. അപ്പൊ ബൈ.